പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരൻ വ്യാപകം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം സകല്യാനന്ദാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നാരായണ ഗുരു സമാധി ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കൃതി പഠിക്കുക എന്നുള്ളത് കുറെ കാലമായി പാലക്കാട് ചിന്മയാമിഷൻ ചെയ്തു പോരുന്നതാണ്. ഗുരുദേവൻ നിലനിർത്തിപ്പോന്ന അദ്വൈത ദർശനം ഭാരതം, സാഖ്യം, യോഗം, ഉത്തരമീമാംസ, പൂർവമീമാംസ, വൈശേഷികം തുടങ്ങിയ ഒട്ടേറെ ദർശനങ്ങളുടെ നാടാണ്. അവയെ അവലംബിച്ച് വൈദിക സംസ്കൃതിയിൽ നിന്ന് അനേകം പ്രസ്ഥാനങ്ങൾ പിന്നീട് രൂപാന്തരപ്പെടുന്നു. ചിന്തയിൽ നിന്ന് ഉളവാകുന്നത്, ഉരുത്തിരിഞ്ഞുളവാകുന്നത്, അനുഷ്ഠാനങ്ങളായി വികസിക്കുന്നതുമായ ഒട്ടേറെ പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാണ് ഈ രാജ്യം. അന്നൊന്നും മനുഷ്യൻ ആനന്ദത്തിന് അവന്റെ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും ഇത്രയേറെ സ്വാധീനിച്ചിരുന്നില്ല. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഖം, ദുഃഖം ഇവയുടെ തലങ്ങൾ തുടങ്ങുന്നത് അന്നമയത്തിലല്ലെന്ന് അതിപ്രാചീനരായ ആളുകൾ തിരിച്ചറിഞ്ഞു. അന്നമയത്തിന് പ്രാധാന്യം നൽകുകയും മനുഷ്യസുഖത്തിന്റെ ഇതിവൃത്തം അന്നമയത്തോട് ബന്ധപ്പെടുത്തുകയും ചെയ്തത് പുരോഗമനത്തിന്റെ ഈ നാടുകളിലാണ്. പൗരാണികമായ വിഷയങ്ങൾ സുഖങ്ങൾക്ക് കാരണമാണെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് അടുത്ത കാലത്ത് മാത്രമാണ്. അതിന്റെ സ്വഭാവവും അതിന്റെ പഠനവും രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് മറ്റൊന്നിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് വിഷമമുണ്ടാകും. വിഷയങ്ങളോ ഇന്ദ്രിയങ്ങളോ അവയെ ഉൾക്കൊള്ളുന്ന സ്ഥൂല ശരീരമെന്ന അന്നമയ കോശമോ ഏതാണ്ട് പ്രാണമയം പോലുമോ ഈ ആനന്ദ ഭൂമികയുടെ രംഗവേദി അല്ലെന്ന് വളരെ പ്രാചീനർ മനസ്സിലാക്കിയിരുന്നു. ഒരുവന്റെ ആനന്ദം, അവൻ അനുഭവിക്കുന്ന ഭൗതിക സുഖം പോലും മനോമയം മുതലാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. നമുക്ക് 5 കോശങ്ങളാണ് ഉള്ളത് പ്രാചീന ഭാഷയിൽ. ഞാനൊരു കാര്യം മറന്നുപോയി, നിങ്ങളിൽ പുതുമുഖങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ ശങ്കയുണ്ടാവും. മനുഷ്യന് 5 കോശങ്ങളാണുള്ളത്, 5 ഉറകൾ: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. നമ്മുടെ ആഹാരമൊക്കെ പചിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതുമായ ഈ ശരീരം, അതിലെ സ്ഥൂലങ്ങളായ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ,
ഇവയടങ്ങുന്നതാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതിനെ ചലിപ്പിക്കുന്നത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന 5 വായുക്കൾ. മുഖനാസികകളിൽ പ്രവർത്തിക്കുന്ന പ്രാണൻ, മൂത്രപുരീഷാദികളെ പുറത്തു തള്ളുന്ന അപാനൻ, ഹൃത്പത്മത്തിൽ നിന്ന് 101 നാഡികൾ, 100 വീതം ശാഖാനാഡികൾ, 72,000 വീതം പ്രതിശാഖാനാഡികൾ അടങ്ങുന്ന ആ നാഡിയിലൂടെ സഞ്ചരിക്കുന്ന വ്യാനൻ, പചിച്ച ആഹാരത്തെ സമാനമായി ഓരോ ഇന്ദ്രിയത്തിനും അവയവത്തിനും ഇണങ്ങുമാർ എത്തിച്ചു കൊടുക്കുന്ന സമാനൻ, ഉദ്ഗാതാവായ ഉദാനൻ. ഇവരുടേതായ ലോകമാണ് പ്രാണമയം. അതാണ് ജീവന്റെ ധർമ്മ സ്ഥലം. എന്നാൽ അവിടെയൊന്നും വികാരത്തിനോ വിചാരത്തിനോ സ്ഥാനമില്ല. വ്യക്തിയുടെ സ്ഥൂലമായി കാണാവുന്നതിനപ്പുറം വികാരത്തിന്റെയും വിചാരത്തിന്റെയുമായ ഒരു വ്യക്തിത്വമുണ്ട്. കാണുവാനോ പരിചയപ്പെടാനോ ആവാത്ത ആ വൈകാരിക വ്യക്തിത്വത്തിന്റെയും വൈചാരിക വ്യക്തിത്വത്തിന്റെയും സ്ഥലങ്ങൾ ആവിർഭവിക്കുന്നത് മനസ്സ് മുതലാണ്. സങ്കല്പവും വികല്പവും ഉണ്ടാകുന്ന മനസ്സ്. ഇത് ഇന്നതാണ്, ഇത് ഇന്നതാകാം, ഇന്നതാണോ എന്ന് ശങ്കയുണ്ട്, ഇന്നതല്ല എന്നൊക്കെ വസ്തുക്കളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, സങ്കല്പിക്കുക വികൽപ്പിക്കുക ചെയ്യുന്ന സ്വഭാവമുള്ള മനസ്സും. ഇത് ഇന്നതാണെന്ന് നിശ്ചയിച്ചുറയ്ക്കുന്ന ബുദ്ധിയുണ്ട്. ഇതെന്റെയാണ്, എനിക്ക് സുഖമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അഹങ്കാരം. അതിൽ മനസ്സുമായി ബന്ധപ്പെടുന്ന കോശാന്തര വ്യാപാരത്തെ മനോമയ കോശം എന്ന് പ്രാചീനൻ പറയും. അനേക ജന്മസിദ്ധങ്ങളായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും വൃദ്ധശ്രവനാണ് മനസ്സ്. ജനിച്ചത് മുതലുള്ള കാര്യങ്ങൾ മാത്രമല്ല അതിലുള്ളത്. അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും കണ്ടതൊക്കെ അതിനകത്തുണ്ട്. അങ്ങനൊരു മനസ്സിന്റെ ഉടമയാണ് ഞാനെന്നും അങ്ങനെയുള്ള മനസ്സുള്ള ഒരാളോടാണ് ഞാൻ ഇടപെടുന്നതെന്നും അറിഞ്ഞിടപെട്ടിരുന്നു പഴമക്കാർ, വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും. അങ്ങനെയുള്ളൊരു മനസ്സാണ് എന്റെ എന്ന് അറിയാതെയാണ് ഇന്ന് പരിണത പ്രജ്ഞന്മാരെന്ന് നടിക്കുന്നവർ പോലും ജീവിക്കുന്നത്. ക്ഷണഭംഗുരമായ ശരീരത്തെ മാത്രം പഠിക്കുകയും പാരമ്പര്യ പ്രതിഷ്ഠിതമായ മനസ്സിനെ പഠിക്കാതിരിക്കുകയും അതിന്റെ സങ്കല്പങ്ങളും വികല്പങ്ങളും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രാചീനർ അങ്ങനെയല്ല. അതിൽ നിശ്ചയമുറയ്ക്കുന്ന ബുദ്ധിയെ വിജ്ഞാനമയ കോശത്തെ, മനോമയം വിജ്ഞാനമയം, എന്റെ നിശ്ചയങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഉറപ്പുകൾ, ഇവയൊക്കെ നോക്കിയാൽ ഇത് കാണാം. അങ്ങനെ ഒരു വ്യക്തിത്വമുണ്ട്. എനിക്ക് ഉറപ്പുള്ള ഒരു ലോകമുണ്ട്. ഏത് വസ്തുവും എന്നിൽ ചേരുമ്പോൾ അതിന്റെ പ്രതിബിംബം എന്റെ ആനന്ദമയ കോശത്തിന്റെ ഭോഗവൃത്തിയിൽ സ്പന്ദിച്ചാൽ സുഖമോ ദുഃഖമോ എനിക്കുണ്ടാവും.
ഇതിനെ അവലംബിച്ച്, ഇത്രയും കാര്യങ്ങളെ അവലംബിച്ച്, മനോമയം മുതൽ ആനന്ദമയം വരെയുള്ള കോശങ്ങളെ അവലംബിച്ച് വിവിധ ദർശനങ്ങൾ വിവിധ അനുപാതങ്ങളിൽ അതിന്റെ പാരമ്പര്യങ്ങളിൽ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോർന്ന ഒരു ജീവിതക്രമം ഈ രാജ്യത്തുള്ളവർക്കുണ്ടായിരുന്നു. അവര് പ്രായേണ ദൃശ്യത്തിനും ഇന്ദ്രിയങ്ങൾക്കും അതുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തില്ല. അവ രണ്ടും ആനന്ദത്തിനുപാധിയല്ലെന്ന് അറിയുകയും ചെയ്തു. അതിലെ സിദ്ധാന്തങ്ങളെ ആകെ സമന്വയിപ്പിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തങ്ങളായ മതങ്ങളെ, വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ സമന്വയിപ്പിച്ച് 6 ദർശനങ്ങളിൽ ഒതുക്കിയിരുന്നു. അതിന്റെ അവാന്തര വിഭൂതികളാണ് എല്ലാം. ആ 6 ദർശനങ്ങളെ സമന്വയിപ്പിക്കുവാൻ ആചാര്യന്മാർ വളരെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രാതസ്മരണീയരായ ഒരുപാട് പേരുണ്ട്. ആ സമന്വയിപ്പിക്കൽ അവരെത്തിച്ചേർത്തത് അദ്വൈത ഭൂമികയിലാണ്. അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദി മഹത്വ മാത്രമാകും. അറിവിനെ എടുത്താൽ അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു, അറിയുക എന്ന പ്രക്രിയ, ഇത് 3 കുടങ്ങളാണ്. അറിയുന്ന അറിവെല്ലാം അറിയുന്നവനിൽ വിലയം പ്രാപിക്കുക, അറിയുന്ന രീതി അറിയുന്നവനിൽ വിലയം പ്രാപിക്കുന്ന ഒരാദിമഹത്തിനെ കുറിച്ച് നാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് അദ്വൈതത്തിന്റെ ആ ഭൂമികയും അതിന്റെ പാരമ്പര്യവുമാണ്. അത് സാധാരണ ആളുകൾക്ക് കിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം മറന്നില്ല. സാധാരണക്കാർക്ക് കിട്ടില്ല എന്നല്ല പറഞ്ഞത്. സാധാരണ കഴിഞ്ഞ് ഒരു കോമയുണ്ട്. സാധാരണമായി ലഭിക്കില്ല എന്നിടുക. കാരണം ത്രിപുടി മുടിഞ്ഞ് ആണ് ആ അനുഭൂതി എത്തുന്നത്. 3 കുടങ്ങൾ ഇല്ലാതായി. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീരെന്ന് ഉപനിഷദുക്തി രഹസ്യമോർത്തിടയണം. ആ ഗുരുദേവൻ അദ്വൈത സമീക്ഷയിൽ നിന്നുകൊണ്ട് അനേക പഠനങ്ങൾ ശിഷ്യന്മാരോടുള്ള വാത്സല്യ നിമിത്തം നടത്തുകയും അവർക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഈ അദ്വൈത ഭൂമിക വളർന്നു വന്നത് ശൈവാഗമങ്ങളോട് ചേർന്നാണ്. ഗുരുദേവനും ആ ശൈവ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയായി നിന്നുകൊണ്ട് ശൈവ സ്തുതിപരങ്ങളായ കീർത്തനങ്ങളും രചിച്ചു. വൈദിക മന്ത്രങ്ങളിൽ അതീവ വിശിഷ്ടമാണ് ശിവപഞ്ചാക്ഷരം. അതില് ശംഭുവായിരിക്കുന്ന ശിവനെ മുൻനിർത്തിയാണ് ആ മന്ത്രം. ഗുരുദേവന്റെ ഈ കൃതിയും ശൈവപരമാണ്. സദാശിവ ദർശനം. സദാശിവമായിരിക്കുന്ന ആ ബോധത്തെ ശിവം
മംഗളം. കേവലമായ ഒരു ബോധം മാത്രമേ ശിവമായുള്ളൂ. ഏതെങ്കിലും ദൃശ്യവുമായി അതൊന്ന് ചേർന്നാൽ അമംഗളമായി. എന്തിലും അറിവ് എന്ന് മാത്രം ഒരാൾ കണ്ടാൽ വിലീനമായ ചിച്ചക്കൃതി ഊർജപ്രസരം പോലെ ത്രസിച്ച് വിഷയങ്ങളായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ ശിവമാണ്. മംഗളകാരകനായ ആ ശിവനെ, സദാ ശിവമായിരിക്കുന്നതിനെ ഗുരുദേവൻ കാണിച്ചു വരുന്നതാണ് ഈ കൃതി. ഭാരതീയ പാരമ്പര്യത്തില് അത്തരം ആചാര്യന്മാർക്ക് ജനിമരണങ്ങളില്ല. അതുകൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് പോകുന്നില്ല. സാമ്പ്രദായികമായ മര്യാദ ഏതാണ്? ഇന്നിടത്ത് ജനിച്ചു, ഇന്നതുപോലെ വളർന്നു എന്നൊക്കെ പറയുന്നത് ആ ദർശനം ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോ അവരേത് ദേശക്കാരാണ്, ആ ദേശത്തിനൊരു അഭിമാനം ഉണ്ടാകാനാണ്. ആ അഭിമാനം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ദർശനം പഠിക്കില്ല. അവര് ജനിച്ച ദേശം, അവരെ വളർത്തിയ അച്ഛനമ്മമാർ ഒക്കെ ആ ദർശനം കൊണ്ട് ഭാഗ്യവാന്മാരാണ്. അതിനോട് മമത പുലർത്തി ആ ചരിത്രം പഠിക്കുന്നത് ഭാരതീയമല്ല. ഒരു സമഷ്ടിക് രീതിയാണ്. അതുകൊണ്ടാണ് പൂർവന്മാരുടെ ചരിത്രമൊന്നും നമുക്ക് കിട്ടാതെ പോയത്. ചരിത്രം പഠിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ദർശനങ്ങൾ നമുക്ക് അന്യമാവുകയും ചെയ്യും. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവനെ നമുക്ക് സദാശിവ രൂപത്തിൽ ഈ ദർശനത്തിൽ കാണാൻ ശ്രമിക്കാം. ഒരു വ്യക്തിയുടെ ബോധമാണ് അയാളുടെ ദർശനം. ഗുരുദേവൻ കാണുന്ന സദാശിവൻ അദ്ദേഹം തന്നെയാണ്. അതിന്റെ മേൽ നാടിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ കാര്യങ്ങൾ തീർക്കുന്നത് നമ്മുടെ ലാഭത്തിന് മാത്രമാണ്. അതാകട്ടെ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സവുമാണ്. ആ കൃത്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് നമുക്ക് ആവശ്യമുള്ളതുമല്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, അദ്ദേഹം അവതരിപ്പിക്കുന്ന ദർശനം കേവലമാണ്. അതിന്റെ ഒരു മാധുര്യം നുകരാൻ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഗുരുവിനെ മറക്കാനാവില്ല. ലളിതകോമളങ്ങളായ അന്നത്തെ, ഇന്നീ പദങ്ങൾ ലളിതകോമളങ്ങളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് സമ്മതമാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് നിങ്ങൾക്ക് മലയാളം അറിയില്ലാത്ത കാലമാണ്. മലയാള ഭാഷയിലെ പദങ്ങളൊന്നും തന്നെ മലയാളിക്ക് അറിയാൻ വയ്യാത്ത വിധം അവന്റെ ഭാഷയെ പത്രങ്ങൾ വികലമാക്കിയ ഒരു കാലത്താണ് നമ്മളിത് വായിക്കുന്നത്. അതുകൊണ്ടുള്ള വൈകല്യങ്ങൾ വളരെയാണ്. പ്രഹാരം എന്ന പദത്തിന് അടിയെന്നാണ് അർത്ഥം. പ്രഹരം എന്ന പദത്തിന് യാമം എന്നാണ് അർത്ഥം. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിക്കുക, പ്രഹരിച്ചു എന്ന് വായിക്കുമ്പോൾ, പ്രഹരം എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന അടി എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളിലൂടെ മാതാവിന്റെയും പിതാവിന്റെയും സംസ്കാരത്തിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്നതാ ഭാഷ. പറഞ്ഞു ശീലിക്കുന്നതല്ല. എന്റെ അബോധത്തിൽ കിടക്കുന്ന ഭാഷ ഒരർത്ഥത്തിലും
ബോധത്തിൽ ഞാൻ പഠിച്ചെടുക്കുന്ന ഭാഷ വേറൊരർത്ഥത്തിലുമാകുമ്പോൾ എന്റെ മസ്തിഷ്കം, എന്റെ ശാരീരിക സ്ഥിതികളൊക്കെ രോഗാതുരമാവുക സ്വാഭാവികമാണ്. ഭാഷ അനുഭവമായിത്തീരുന്നത് ലിംഗങ്ങളെ കൊണ്ടാണ്. ഓരോ പദവും മനസ്സുമായി ചേർന്നാൽ ഒരു ലോകം സൃഷ്ടിക്കുക സ്വാഭാവികമാണ്. വാക്കും മനസ്സും ഇണചേർന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. പുത്ര, അത് നിന്റെ രണ്ടാമത്തെ ആത്മാവാകുന്നു. ബൃഹദാരണ്യകം. ഭാഷയെക്കുറിച്ചുള്ള പ്രാചീനന്റെ കൽപ്പന ഇതാണ്. അമ്മ ഒരു വാക്ക് പറയുമ്പോൾ അത് കുഞ്ഞ് കേൾക്കുമ്പോൾ അവന്റെ പൂർവ സംസ്കാരത്തിൽ നിന്ന് ആ ശബ്ദാശ്രിതമായൊരു ലോകം ഉണർന്നു വരും. അല്പം കഴിയുമ്പോൾ അവനിലുണ്ടായ ലോകത്തിനകത്ത് അവനിരിക്കും. അവനിലുണ്ടായ ലോകത്തിനുള്ളിൽ അവനിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ലോകം ഉണ്ടാകുന്നത് അവനിൽ. ആ ലോകം സൂക്ഷ്മമാകയാൽ സ്ഥൂലമായ അവൻ അതിനകത്തിരിക്കും. ഇത് ഭാഷയുടെ വലിയൊരു ചാതുര്യമാണ്. അങ്ങനെ സംസ്കാരമായി തീർന്ന ഭാഷ, ആ പദത്തിന് വേറൊരർത്ഥം ആധുനികമായി പഠിക്കുമ്പോൾ സ്വപ്നത്തിലെ പദവും ലോകവും ജാഗ്രത്തിലെ പദവും ലോകവും വ്യത്യസ്തമായി തീർന്നാൽ അവനെ നിഷേധിക്കുന്നവനും ജീവിക്കാൻ പറ്റാത്തവനുമായി. ഇത് ഭാഷാശാസ്ത്രത്തിന്റെ പൊരുളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആധുനിക ഭാഷാ പഠനങ്ങൾ ഈ മനഃശാസ്ത്ര സത്യം അറിഞ്ഞിട്ടല്ല, അതിന്റെ വൈകല്യങ്ങൾ ഉണ്ടാവാം. ഇതിനകത്തെ ഭാഷ മലയാളമാണ്. നിങ്ങൾ പറയുന്നത് പലപ്പോഴും പുതിയ ഭാഷയാണ്, ഭാഷയുടെ വളർച്ചയാണെന്ന് പറഞ്ഞുകൂടാ. അത് കാര്യമായ ലിംഗങ്ങളെ നിങ്ങളുടെ മാതൃസങ്കല്പങ്ങൾക്കനുസൃതമായി തരുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് അതിന്ന് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഗുരുദേവന്റെ ഭാഷ ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കി പോണം. ശ്ലോകം മുതൽ നോക്കാം. കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ചൊല്ലിത്തരാം, ചൊല്ലാം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയും അച്ചിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങു നിന്നുമി ഇന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. നല്ല മലയാളമാണ്. ചൊല്ലാൻ എന്ത് വിഷമമാണെന്ന് ആലോചിച്ചു. നിങ്ങളുടെ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരം പോയി നോക്കിയാൽ മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ അച്ചിണങ്ങി നിൽക്കുമുൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമള കുടത്തിലങ്ങു മിന്നുമിന്ന് നിണങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ. ഈ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര കാര്യങ്ങൾ കാണുന്നുണ്ട്. അവ എടുത്തു നോക്കിയാൽ മണം മുതൽ ഗന്ധം മുതൽ, ഗന്ധം പൃഥ്വിയുടെ ഗുണമാണ്. അതുപോലെ തന്നെ രസം ജലത്തിന്റെ ഗുണമാണ്. അതിൽ ഗന്ധവും രസവും രൂപവും സ്പർശവും ശബ്ദവും പൃഥ്വിയുടെ ഗുണമാണെന്ന് പറയാം. സ്ഥൂലമായതുകൊണ്ട് മുഖ്യ ഗുണം ഗന്ധമാണ്.
ജലത്തിന്റെ ഗുണമാണ് രസം, മുഖ്യ ഗുണം. ഗന്ധമൊഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. തേജസ്സിന്റെ ഗുണമാണ് രൂപം, അത് മുഖ്യ ഗുണം. ഗന്ധവും രസവും ഒഴിച്ചുള്ളതെല്ലാം അതിനുണ്ട്. വായുവിന്റെ ഗുണമാണ് സ്പർശം, അതിന് സ്പർശവും ശബ്ദവും ഗുണമാണ്. ആകാശത്തിന്റെ ഗുണമാണ് ശബ്ദം. അപ്പോ ആകാശം, ആകാശ വായു, വായോരഗ്നി, അഗ്നേരാപ, ആപയോ പൃഥ്വി. ഇങ്ങനെ 5 ഭൂതങ്ങളാണ്. ആ 5 ഭൂതങ്ങളെ അറിയുന്നത് ഗന്ധം തുടങ്ങിയ വിഷയങ്ങളെ കൊണ്ടാണ്. വിഷയം വിശേഷേണ ശിഞ്ഞ്, ശിഞ്ഞ് ബന്ധനെ, ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. വിശേഷേണ ബന്ധിക്കുന്നത് കൊണ്ടാണ് വിഷയമെന്ന് പറയുന്നത്. ആരെയാണ് വിഷയം ബന്ധിക്കുക? അതിനടുത്തിരിക്കുന്നവനെ. ഒരു വസ്തു കണ്ടു, ഒന്ന് നോക്കാം, പിന്നെ നോക്കരുത്. സെക്കൻഡ് ലുക്ക്, ബൈബിൾ അങ്ങനെ പറയുന്നു. ഇത് തിന്ന രണ്ടാമത് നോക്കിപ്പോയാൽ ആ കാഴ്ചയിൽ അവൻ ബന്ധിച്ചു. ഒരു ശബ്ദം കേവലമായി കേൾക്കാം, ശ്രദ്ധിച്ച് രണ്ടാമത് കേട്ടാൽ ആ ശബ്ദത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടു. ഒരു സ്പർശം ഒന്നുരുമ്മിപ്പോകാം, അതിലുറച്ച് സ്പർശിച്ചാൽ അവൻ ആ സ്പർശത്തോട് ബന്ധിച്ചു. ഇനി അവൻ അറിവുണ്ടാവില്ല. ബന്ധനങ്ങളിലൊന്നും അറിവില്ല. അറിവ് അവനെ ബന്ധിച്ച വികാരം മാത്രമാണ് അവൻ അറിവ്. ആ വികാരത്തിന് വെളിയിൽ അതിനെ കണ്ട് അറിയണമെങ്കിൽ അവൻ സാക്ഷിയായിരിക്കണം, ബന്ധിക്കാതിരിക്കണം. ഇതാണ് പ്രാചീനരുടെ പഠനം. ആ പഠനത്തിൽ മണം തുടങ്ങി എണ്ണി ഗന്ധം തുടങ്ങിയ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളെ ഓരോന്നിനെയും വേറെ വേറെയായി മണ്ണിലെണ്ണുമെണ്ണമൊക്കെ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിങ്ങനെ വേറിട്ട് വേറിട്ട് എണ്ണി എല്ലാം ചേർന്ന് അനുഭവവേദ്യമാകുന്ന വിഷയങ്ങൾ പൃഥ്വിയായി, ജലമായി, അഗ്നിയായി, വായുവായി, ആകാശമായി അറിയുന്ന വിഷയങ്ങൾ അറ്റ് ഇല്ലാതായി. വിഷയങ്ങളറ്റ് ഉൾക്കുരുന്നൊരുക്കി അന്ധക്കരണത്തെ തപിപ്പിച്ച് വിഷയവാസന ഇല്ലാതായി അന്ധക്കരണത്തെ തപിപ്പിച്ച് സമാധിയിൽ നെക്കി നക്കിടും ചുരുങ്ങി അനുഭവിക്കുന്ന ഗുണം നിറഞ്ഞ സത്വ രജ തമസ്സുകൾക്ക് കാരണമായ കോമളക്കുടത്തിൽ ആനന്ദസ്വരൂപമായ ആനന്ദ സാന്ദ്രമായ ഭഗവത് സ്വരൂപത്തിൽ അന്നും ഇന്നും ഒരിക്കലും അങ്ങുമിങ്ങും ഒരിക്കലും ഒരിടത്തും നിണങ്ങളില്ല, കുരുതിയില്ല, ഹിംസയില്ല. അത് ആനന്ദമാണ്, അത് സദാശിവമാണ്. ഗുരുദേവൻ കാണുന്ന സദാശിവ ദർശനം 1-ാം ശ്ലോകപ്രകാരം ഇതാണ്: നിണമണിയാത്ത, നിണം രക്തം, എവിടെ ചെന്നാലും ഗുരുതിയുണ്ട്. മലയാളം ഗുരുതി, സംസ്കൃതം ഗുരുസി, സംസ്കൃതീകരിച്ച മലയാളം, അങ്ങനെ പറയുന്ന ആവശ്യം.
ഏതിലും ഹിംസയുണ്ട്.